നമസ്കാരം. ട്രംപിന്റെ വാക്കുകൾ അനുസരിച്ച് നിൽക്കുന്ന അടിമകളെയാണ് ട്രംപിനും അമേരിക്കയ്ക്കും ആവശ്യം. എന്നാൽ വ്യക്തമായ നിലപാടുള്ള, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ചങ്കുറപ്പുള്ള മോദി ഭരിക്കുന്ന ഇന്ത്യക്കാരെ ഒരൽപ്പം പോലും ഉൾക്കൊള്ളാൻ ട്രംപിന് കഴിയില്ല. എന്നാലും മോദിയോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാനുള്ള അത്ര ധൈര്യം ട്രംപിന് പോരാ എന്നുള്ളത് വാസ്തവമാണ്. അതിനുള്ള പ്രധാന കാരണം ഇന്ത്യയോട് മറ്റു പല രാജ്യങ്ങളും കാണിക്കുന്ന സൗഹാർദ്ദപരമായ പെരുമാറ്റമാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. റഷ്യയും ചൈനയും ജർമ്മനിയും ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങൾക്കും ഇന്ത്യയും മോദിയും വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് നേരിട്ടൊരു യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ഒരിക്കലും ട്രംപിന് അനുചിതമാകില്ല എന്നുള്ള കണക്കുകൂട്ടൽ കൃത്യമായി ട്രംപ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യക്കിട്ട് പണി കൊടുക്കാൻ പഠിച്ച പണി 18 ട്രംപ് പയറ്റിക്കൊണ്ടിരിക്കും. എന്നാൽ ട്രംപിന്റെ മനസ്സിലിപ്പ് പലപ്പോഴും അമേരിക്കയിൽ നിന്നുള്ള പല ഉദ്യോഗസ്ഥരുടെയും, എഴുത്തുകാരുടെയും, സാമൂഹിക പ്രവർത്തകരുടെയും, മാധ്യമങ്ങളുടെയും ഒക്കെ വായിൽ നിന്ന് അറിയാതെ വീണു പോകാറുണ്ട്. അത്തരത്തിലൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇന്ത്യക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ചുക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇനി ഉചിതമാകില്ല എന്നും, ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കുന്നത് പോലെ അഭംഗിയിൽ തന്നെ ആ ബന്ധം തുടരുമെന്നുള്ള നിരീക്ഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒന്നും തന്നെ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നോ പ്രതീക്ഷിക്കേണ്ടെന്ന മുന്നറിയിപ്പ് നൽകി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അറ്റോർണിയും എഴുത്തുകാരനുമായ നവ്രൂപ് സിംഗ് ആണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഭാവിയിൽ US ഏതെങ്കിലും സാങ്കേതിക വിദ്യയും പങ്കുവെക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കരുതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ച കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. ക്വാഡിന്റെയും ഇൻഡോ പസഫിക് നീക്കത്തിന്റെയും പ്രസക്തിയെക്കുറിച്ചും സിംഗ് തന്റെ പോസ്റ്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇനി US മുൻഗണനാ പട്ടികയിൽ ഇല്ല എന്നും ഇൻഡോ പസഫിക് നീക്കവും ക്വാഡും പ്രതിസന്ധിയിലാണ് എന്നും പറഞ്ഞ അദ്ദേഹം അത് നിർജീവമായതിന് തുല്യമാണ് എന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ മാറ്റം സൂചിപ്പിച്ചുകൊണ്ട് എഴുതി. പ്രത്യേകിച്ച് ടെലികോം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ US നിന്നുള്ള നൂതന സാങ്കേതിക വിദ്യയുടെ ലഭ്യത സംബന്ധിച്ച പ്രതീക്ഷ ഇന്ത്യ പുനരാലോചിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. സുപ്രധാനമായ ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഇന്ത്യക്ക് ആഭ്യന്തര പരിഹാരങ്ങളെ ആശ്രയിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേജസ് നെറ്റ്വർക്ക് പോലുള്ള കമ്പനികളെ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായി റൂട്ടറുകൾ നിർമ്മിക്കാമെന്നും സിസ്കോയ്ക്ക് പകരം അവ സ്ഥാപിക്കാമെന്നും പറഞ്ഞ അദ്ദേഹം ടെലികോം ഉപകരണങ്ങളുടെ സോഴ്സ് കോഡ് പങ്കുവയ്ക്കാൻ അമേരിക്കക്കാർക്ക് ബാധ്യസ്ഥരല്ല എന്നും പ്രശ്നമുണ്ടെങ്കിൽ വാങ്ങരുത്, ഉപയോഗിക്കരുതെന്നും എഴുതി. ഇന്ത്യൻ ടെലികോം കമ്പനികൾ ഇതിനകം തന്നെ വിദേശ ഹാർഡ്വെയറുകളെ ആശ്രയിക്കുന്നത് കുറച്ചു വരികയാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. നിലവിലുള്ള PLI പദ്ധതികൾക്ക് കീഴിൽ പ്രാദേശിക റൂട്ടറുകൾ, നോഡുകൾ വിതരണം ചെയ്യാൻ തേജസ് നെറ്റ്വർക്ക് പോലുള്ള പ്രാദേശിക കമ്പനികളോട് ആവശ്യപ്പെടുക എന്നും ജിയോ പോലും സ്വന്തമായി ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ നെറ്റ്വർക്കുകളിലെ ഹുവായ് റൂട്ടറുകൾ, ഹാർഡ്വെയറുകൾ മാറ്റിവെക്കുന്നതിനായി പല ഇന്ത്യൻ ടെലികോം കമ്പനികളും സിസ്കോ, നോക്കിയ, സീമെൻസ് തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുമായി ഇതിനകം കൈകോർത്തിട്ടുണ്ട് എന്ന് സിംഗ് പറഞ്ഞു. US സാങ്കേതിക സഹകരണം ഇപ്പോൾ ഇടപാടുകൾക്ക് മാത്രമുള്ളതും പരിമിതവുമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഭാവിയിൽ അമേരിക്കക്കാർ ഏതെങ്കിലും സാങ്കേതിക വിദ്യ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സിംഗ്, സിലിക്കൺ വാലിയെയും വാൾസ്ട്രീറ്റിനെയും പ്രീതിപ്പെടുത്താനുള്ള ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും കൃഷിയെയും ക്ഷീരമേഖലയെയും സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളുടെ വലിയ താല്പര്യങ്ങൾക്കായി ചെറിയ ഇളവുകൾ നൽകുക എന്നതാണ് ആശയമെന്നും വ്യക്തമാക്കി. അപൂർവ ലോഹങ്ങൾ, ഓട്ടോ മാഗ്നറ്റുകൾ, APIകൾ എന്നിവ ചൈനയുടെ മുന്നേറ്റം അംഗീകരിക്കണം. ഒപ്പം ബിഗ് ടെക്നോളജിയിൽ അമേരിക്കയുടെ ആധിപത്യം മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള സഹകരണം നേടിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയണം. തന്ത്രപരമായ സ്വയംഭരണാവകാശം സംരക്ഷിക്കുന്നതിനും കാർഷിക ക്ഷീരമേഖലകളെ പരിരക്ഷിക്കുന്നതിനും റഷ്യയുമായും ചൈനയുമായുള്ള വ്യാപാരം ഉൾപ്പെടെയുള്ള വിദേശ നയങ്ങൾ നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ സമീപനം വിട്ടുവീഴ്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് സിംഗ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ട്രംപ് എന്തൊക്കെ മാലാഖയുടെ വെളുത്ത മുഖം കാണിച്ചാലും അതൊക്കെ ഉള്ളിലിരിക്കുന്നത് ചെകുത്താനാണ് എന്ന് മോദിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ട്രംപിന്റെ മനസ്സിലിരിപ്പൊന്നും മോദിയോട് നടപ്പില്ല എന്ന കാര്യം വാസ്തവമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച